നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. രാജ്യം ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സമയത്ത് ഭാവനാത്മകമായ ആശയങ്ങളുമായി വരരുതെന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളോട് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ 43 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ബലമായി നാടുകടത്തി കടലിൽ ഉപേക്ഷിച്ചുവെന്ന് കാട്ടിയുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശമുണ്ടായത്. നാടുകടത്തൽ നടപടി സ്റ്റേ ചെയ്യാനും ബെഞ്ച് വിസമ്മതിച്ചു. ഹർജിക്കാരനായ മുഹമ്മദ് ഇസ്മായിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളുടെ ആധികാരികതയും സുപ്രീം കോടതി ചോദ്യം ചെയ്തു. റോഹിംഗ്യകളെ കടലിൽ തള്ളിയെന്ന് സ്ഥാപിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്നെടുത്ത തെളിവുകൾ ഹാജരാക്കിയതിനെ കോടതി വിമർശിച്ചു. ഹർജിയുടെ പകർപ്പ് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായി അറ്റോർണി ജനറൽ കൈമാറാൻ നിർദ്ദേശിച്ചുകൊണ്ട് കേസ് ജൂലൈ 31 മാറ്റി. ഇന്ത്യയിലുള്ള റോഹിംഗ്യൻ നാടുകടത്തണമെന്ന് സുപ്രീം കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിലുണ്ടായിരുന്ന റോഹിംഗ്യകളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് അന്തമാനിലെ പോർട്ട് ബ്ലെയറിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയെന്നാണ് ഹർജിക്കാരുടെ വാദം. തുടർന്ന് കൈകെട്ടിയും കണ്ണു മൂടിക്കെട്ടിയും നാവികസേന കപ്പലിലുമാണ് കയറ്റിക്കൊണ്ടുപോയി കടലിൽ തള്ളിയെന്നും പറയുന്നു. മ്യാൻമാറിൽ മതപീഡനം നേരിട്ട് പലായനം ചെയ്ത റോഹിംഗ്യകളോട് എവിടേക്ക് പോകാനാണ് താൽപ്പര്യമെന്ന് ചോദിച്ചപ്പോൾ ഇന്തോനേഷ്യയിലേക്കാണെന്ന് പറഞ്ഞതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇവരെ മ്യാൻമാറിനടുത്തുള്ള കടലിലാണ് ഉപേക്ഷിച്ചതെന്ന് പരാതിയിൽ പറഞ്ഞു.